കോഴിക്കോട് ജില്ലയുടെ വികസന ഭൂപടത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് പേരാമ്പ്ര മുതുകാട്ടിൽ നിർമ്മിക്കുന്ന ബയോളജിക്കൽ പാർക്കിന്റെ ശിലാസ്ഥാപനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർവഹിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വന്യജീവികളെ കൂട്ടിലടക്കാതെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ കാണാൻ കഴിയുന്ന മാതൃകാ ബയോളജിക്കൽ പാർക്കാണ് പേരാമ്പ്ര മണ്ഡലത്തിലെ മുതുകാട്ടിൽ ഒരുങ്ങുന്നത്. ബയോളജിക്കൽ പാർക്കിന്റെ ശിലാസ്ഥാപനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങളെ ചേർത്തു നിർത്തിയാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തവണത്തെ ബജറ്റിൽ വനമേഖലയ്ക്കായി 58 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി 24 രാജ്യങ്ങളെ ഉൾപ്പെടുത്തി തലസ്ഥാനത്ത് കോൺക്ലേവ് നടക്കുന്നതായും മന്ത്രി പറഞ്ഞു. വന്യജീവികളുടെയും ജനങ്ങളുടെയും സഞ്ചാരത്തിന് സൗകര്യമൊരുക്കുന്ന ഇടനാഴിയോടൊപ്പം ഗവേഷണ കേന്ദ്രമായും പദ്ധതി വികസിപ്പിക്കും. ഈ പദ്ധതിയെക്കുറിച്ചുകൂടെ പറഞ്ഞു. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി നാം ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഈ പ്രദേശത്ത് വികസനം ഒരു യാഥാർത്ഥ്യമായി മാറാൻ പോവുകയാണ്. സന്ദർശകർ, തീർത്ഥാടകർ, മൃഗസ്നേഹികൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഇവിടെ വന്നും പോയി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പരിപാടി തീരുമ്പോഴേക്കും ഇവിടെ എത്തുന്നവർക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് കൂടി വനംവകുപ്പ് ആലോചിക്കുന്നുണ്ട്. വരുന്നവർക്ക് അവർ രാവിലെ വന്ന് വൈകുന്നേരം ആകുമ്പോൾ പോവുക. അതിനിടയിൽ നിരവധി ആവശ്യങ്ങൾ നിർവഹിക്കാനുണ്ടാകും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും. അതുകൊണ്ട് എന്ത് വേണം, ടേക്ക് എ ബ്രേക്ക് പോലുള്ള ചില സംവിധാനങ്ങൾ കൂടി നമുക്ക് ഈ പ്രദേശത്ത് ഉണ്ടാക്കേണ്ടതായി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, ഈ വന്യജീവികൾക്ക് രോഗം വരും, മനുഷ്യന്മാർക്ക് വരുന്നത് പോലെ. അങ്ങനെ രോഗം വന്നാൽ അവരെ ചികിത്സിക്കണം. ഇപ്പോൾ ഇടുക്കിയിൽ ഒരു ആനയ്ക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ വയനാട്ടിലെ മുത്തങ്ങയിൽ കൊണ്ടുവരണം. അതിൻ്റെ ദുഷ്കരമത എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് 1 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമായ ഒരാശുപത്രിയും ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം, തീരുമാനം മാത്രമല്ല, അതിന് ഗവൺമെൻറ് പ്രത്യേകമായി പ്ലാനിങ്ങിൽ തന്നെ ചേർത്തുകൊണ്ട് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനവും ഇവിടെ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എം.എൽ.എ. ടി.പി. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പേരാമ്പ്ര എസ്റ്റേറ്റിന്റെ പ്രവേശന കവാടത്തിന് സമീപമാണ് പാർക്ക് നിർമ്മിക്കുന്നത്. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ അകലത്തിൽ പരിക്കേറ്റ വന്യമൃഗങ്ങൾക്ക് ചികിത്സയും പരിചരണവും നൽകുന്ന ആനിമൽ ഹോസ്പൈസ് സെന്ററും വെറ്റിനറി ആശുപത്രിയും സ്ഥാപിക്കുന്ന പ്രവൃത്തിയും ആരംഭിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ 2ാം ഘട്ടമായി ടൈഗർ സഫാരി പാർക്ക് നിർമ്മിക്കാനും തീരുമാനമുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് 100 കോടിയിലധികം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുക. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.